ഡിസംബർ 6 മുതൽ 13 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന 18ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഒരുക്കങ്ങൾ സജീവമായി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 700ഓളം സിനിമകളിൽ നിന്നാണ് 209 ചിത്രങ്ങൾ പ്രദർശനത്തിനായി തിരഞ്ഞെടുത്തത്. ലോക സിനിമാ വിഭാഗത്തിലെ ഈ വർഷത്തെ സവിശേഷത ആഫ്രിക്കൻ ജീവിതത്തിന്റെ പുതുതലമുറയിൽ ആവിഷ്കാരങ്ങൾ പ്രകാശിപ്പിക്കുന്ന 7 നൈജീരിയൻ ചിത്രങ്ങളും സമുറായ് ചിത്രങ്ങളും ഫ്രഞ്ച് സംവിധായകൻ റാങ് റെന്നോറിന്റെയും ജപ്പാനീസ് ചലച്ചിത്രകാരൻ തകാഷി മികയുടെയും ചിത്രങ്ങളായിരിക്കും. തകാഷി മികെ എന്ന് പറഞ്ഞിട്ട് ഒരു ജാപ്പനീസ് ഫിലിം മേക്കറാണ്. അത് ഇച്ചിരി ഷോക്കിംഗ് ആണ്. ആൾക്കാർക്ക് എത്രത്തോളം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പുള്ളി ഒരു ലോകത്ത് തന്നെ ഇന്ന് ഒരു കൾട്ട് ഫിലിം മേക്കറിൻ്റെ നോക്കിയാൽ പുള്ളിയാണ് നിൽക്കുന്നത്. ഒരു പടം അതിലെ 3Dയിലാണ്. എങ്ങനെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. ലോക സിനിമയിലെ പ്രഗത്ഭരായ സംവിധായകരുടെ 37 ചിത്രങ്ങളാണ് റെട്രോസ്പെക്റ്റീവ് വിഭാഗത്തിൽ ഈ വർഷം പ്രദർശിപ്പിക്കുന്നത്. ക്ലെയറെ ഡെനീസ്, ഹരുൺ ഫറോക്കി, കാർലോസ് സൗര എന്നിവർക്ക് പുറമെ മലയാളത്തിൽ നിന്ന് ഹരിഹരൻ്റെ 6 സിനിമകളും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. കേരള ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളം സിനിമ മാക്സിമം ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ നോക്കും. അതിൽ എല്ലാ വർഷവും ഇവിടുത്തെ ഒരാളുടെ ഒരു റെട്രോസ്പെക്റ്റീവ് വയ്ക്കാറുണ്ട്. ഇത്തവണ ഹരിഹരൻ സാറുടെയാണ്. ഹോമേജ് വിഭാഗത്തിൽ ഋതുവർണ്ണ ഘോഷിന്റെ 3 ചിത്രങ്ങൾക്ക് പുറമെ മലയാള സിനിമയിലെ പല മേഖലകളിൽ പാദമുദ്ര പതിപ്പിച്ച് കടന്നുപോയ സുകുമാരി, കെ രാഘവൻ, വി ദക്ഷിണാമൂർത്തി, എസ് കൊന്നനാട്ട് എന്നിവർ പങ്കാളികളായ ചിത്രങ്ങളുണ്ട്. മത്സര വിഭാഗത്തിൽ 14 ചിത്രങ്ങളാണുള്ളത്. 101 ചോദ്യങ്ങളും കളിയച്ചനുമാണ് മലയാളത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ. മെക്സിക്കൻ സംവിധായകൻ ആർദർ എറപ്സ്റ്റീൻ ചെയർമാനായ ജൂറിയിൽ പീറ്റർ സ്കാർലറ്റ്, ആദിത്യ അസാരത്ത്, ഖാലോ മതബനെ, ഗൗതമി എന്നിവർ അംഗങ്ങളാണ്. ഡെലിഗേറ്റുകൾക്ക് വേണ്ടിയുള്ള പാസുകളുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 7200 ഡെലിഗേറ്റുകൾക്ക് പുറമെ 1000ഓളം മാധ്യമപ്രവർത്തകരും ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള 300ഓളം അതിഥികളും മേളയിൽ പങ്കെടുക്കും. 9 തിയേറ്ററുകളിലായിരിക്കും ചിത്രങ്ങളുടെ പ്രദർശനം. മീഡിയ 1 തിരുവനന്തപുരം.